ഹായ് ഹലോ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് റിട്ടേൺ കിട്ടുന്ന 5 ആപ്പുകളെ കുറിച്ച്, അത് ഓൺലൈൻ ജോബ്സിനെ കുറിച്ചാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2-3 പേര് എന്നോട് ചോദിച്ചു എന്താണെന്നൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ, എങ്ങനെയാണ് ഏണിങ്സ് കിട്ടുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, എനിക്ക് ക്യാഷ് കൂടുതൽ കിട്ടിയിട്ടുള്ളതും ടൈം ബക്സ് ആയതുകൊണ്ട് ടൈം ബക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് വഴി തന്നെ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ സർവേയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം സർവേ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർവേ ഫുള്ളായിട്ട് ചെയ്യണം ചേച്ചി, ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം അതിനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണെന്നുള്ളത് കാര്യങ്ങളും അതുമാത്രമല്ല എങ്ങനെയാണ് ഏണിങ്സ്, അതിൽ നിന്ന് വേറെ ഏതൊക്കെ രീതിയിൽ ഏണിങ്സ് നമുക്ക് എടുക്കാം. പിന്നെ ഒരു സർവേയുടെ തുടക്കം കുറച്ചൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഇനി ചേച്ചി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സർവേ തന്നെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സർവേ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. സർവേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് മാത്രമല്ല, ഒരു സർവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ മൊബൈലിൽ ഹൈ സ്പീഡ് നെറ്റ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു സ്പീഡിലുള്ള നെറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ. നമ്മുടെ നെറ്റ് കട്ടായാണ് വരുന്നത്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നെറ്റൊക്കെ കട്ടായാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ നെറ്റൊക്കെ കട്ടായി പോകുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് പോയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലോട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ക്രോമിൽ കയറിയിട്ടോ നിങ്ങൾക്ക് ടൈം ബക്സ് ലോഗിൻ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവേ. അപ്പോഴത്തേക്കും ഇതിലിനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങളൊരു പുതിയൊരു ഇമെയിൽ ഐ ഡി ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാതിരിക്കുക. ഈ ഇങ്ങനെയുള്ള ഓൺലൈൻ ജോബ്സ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം തന്നെ നമുക്കൊരു ഇമെയിൽ ഐ ഡിയുടെ ആവശ്യമുണ്ട്. അത് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും സേഫ് ആണെന്നുള്ള രീതിക്ക് നമ്മൾ പുതിയതായിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അത് കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ നമ്മൾ ടൈം ബക്സ് ലോഗിൻ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇമെയിൽ കൊടുക്കുക. പിന്നെ പാസ്വേഡും റിപ്പീറ്റ് പാസ്വേഡും, അതായത് ഇതിന് വേണ്ടി നമ്മളുടെ ടൈം ബക്സ് ലോഗിൻ ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് വേണം നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് 2 പ്രാവശ്യം നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുത്ത് ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് നമ്മൾ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു പേജാണ്. ഇതിൽ ഓൾറെഡി എനിക്ക് ഇപ്പോൾ ഒരു $2 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് അല്ലാതെ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ എല്ലാ വ്യാഴാഴ്ചയും നമ്മളെ അക്കൗണ്ടിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സർവേ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ടച്ച് ആയപ്പോൾ അറിയാതെ വന്നതാണ്. ഇനി നമുക്ക് ഇത് ഞാൻ ബാക്ക് അടിച്ച് പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് $5 ആയാൽ മാത്രമേ നമുക്കൊരു വെരിഫിക്കേഷനുണ്ട്. ആ വെരിഫിക്കേഷൻ എല്ലാം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ സമയത്താണ്, അപ്പോൾ മാത്രമേ നമുക്ക് എമൗണ്ട് കയറത്തുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാമേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു പേജിലോട്ട് വന്ന് ഇതിലോട്ട് നമ്മൾ 3 ലൈൻ ഗ്രീൻ ലൈൻ കണ്ടില്ലേ, അത് ടച്ച് ചെയ്യുമ്പോൾ ഏൺ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏൺ എന്നൊരു ഓപ്ഷൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇത്രയും ഐക്കൺസ്, ഗെയിംസ്, സർവേസ്, ടാസ്ക്, ഓഫർ വാൾസ്, ക്ലിക്സ്, കണ്ടൻറ്റ്, പുഷ് ക്ലിക്ക്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ മണി ഏൺ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഗെയിംസാണ്. ഗെയിംസിൽ നിന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഗെയിംസിൽ നിന്നൊന്നും മണി ഏൺ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് സർവേസിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഗെയിംസ് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. താഴോട്ട് നമ്മൾ ഓരോ ഗെയിംസും ചെയ്തുകൊണ്ട് നമ്മൾക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റുമേ. അത് കഴിഞ്ഞ് സർവേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് സർവേസ് കാണും. നിങ്ങൾ പുതുതായിട്ട് കയറുമ്പോൾ നിങ്ങൾ ഉറപ്പായി ഇവിടെ പ്രൊഫൈൽ സർവേ എന്നൊരു സർവേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ മസ്റ്റായും ഒരു പേപ്പറും പേനയും എടുത്ത് ഇതിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സർവേയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാകണം, ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എഴുതി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്യുന്ന ഈ കാണുന്ന ഏതെങ്കിലും ഒരു സർവേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് റിപ്പീറ്റായിട്ട് ചോദിക്കുകയും നിങ്ങൾ ഉറപ്പായും ആ സെയിം ആൻസർ തന്നെ കൊടുക്കുകയും വേണേ.
അത് കഴിഞ്ഞ് വന്നിട്ട് ടാസ്ക്കാണ്. ടാസ്കിലൂടെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടു ഒരുപാട് ടാസ്കുകളുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാം. ഞാനിപ്പോൾ ജോയിൻ ദ ടൈം ബക്സ് ടെലിഗ്രാം ചാനൽ, ഗിഫ്റ്റ് ടെലിഗ്രാം ചാനൽ ഒരു ടാസ്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ എനിക്കിപ്പോൾ ടെലിഗ്രാം ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഡെമോയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം റീഡ് ചെയ്യുക, എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇനി ചെയ്തതിന് ശേഷം ഈ ഒരു ടാസ്കിന് അവരൊരു ടൈം പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ടെലിഗ്രാമിൽ പോയി അവരുടെ ടൈം ബക്സിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ എന്നൊരു ഓപ്ഷൻ കാണില്ല. ഒരു എന്താ പറയുക, നമ്മൾ ടെലിഗ്രാമിൽ അവിടെ ചെന്നിട്ട് ഫോളോ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ബ്രൗസ് ഇമേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നില്ലേ? ആ ഒരു സ്ക്രീൻഷോട്ട് ബ്രൗസ് ഇമേജിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുകയാണ്, അതാ നോക്കൂ, ഇതുപോലെ എന്തായാലും നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുമല്ലോ, അത് സെലക്ട് ചെയ്ത് ഇവിടെ ബ്രൗസ് ഇമേജ് എന്ന് കൊടുക്കുമ്പോൾ ഇത് അപ്ലോഡ് ആവുകയും പിന്നെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്ത് നമുക്കിതിനെ അപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഈ ഒരു എമൗണ്ട് നമ്മുടെ നമ്മുടെ വാലറ്റിലോട്ട് കയറിപ്പോകുന്നതാണ്. ഇങ്ങനെയാണ് ടാസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു എമൗണ്ട് നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഓഫർ വാൾസ്. അത് ഓരോ കമ്പനികളുടെയും ഓഫർ കാണുന്നുള്ളൂ. ഇങ്ങനെ ഓരോ കമ്പനികളുടെയും ഓഫർ ചെയ്തുകൊണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് മണി ഏൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഇനി കണ്ടൻറ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ക്ലിക്സ്. അതാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടോ $0.002, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലോട്ടാണ് പോകുന്നത്. ഇത്ര ഒരു ടൈമിംഗ് ഉണ്ടാവും, ഒരു 5 സെക്കൻഡ്, 2 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, ആ ഒരു സമയം വരെ നമ്മളിതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ശബ്ദം അവിടെ കേൾക്കാം. അപ്പോൾ തന്നെ നമുക്ക് ബാക്ക് അടിക്കാം കേട്ടോ. ആ ഒരു സമയം ചെറുതായിട്ടൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് അടിക്കാം. ഒരു ടൈമിംഗ് ഉണ്ട്, ഒരു 5 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് ബാക്ക് അടിച്ച് നമുക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇതുപോലെ 0.01, അങ്ങനെ ചെറിയ എമൗണ്ട്. പക്ഷെ വലിയ ടാസ്ക് അല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന ടാസ്കുകളാണ് കേട്ടോ. ഇത് ടാസ്ക് അല്ല, ഓരോ ക്ലിക്സ് ആണ്, അതിന് ഓരോ സമയമുണ്ട്. അപ്പോഴത്തേക്കും ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് അടിച്ച് വീണ്ടും വന്ന് ഇതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യാം, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ കണ്ട് അങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു എമൗണ്ട് എന്നാണ്, ഇനി നമുക്കെന്താ പുഷ് ക്ലിക്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ, ഗെറ്റ് പുഷ് ക്ലിക്കിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. ഐ ആം നോട്ട് എ റോബോട്ടിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും നമുക്ക് കണ്ടോ ഒരുപാട് സർവേസ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേതെങ്കിലും ഒരു സർവേ ടച്ച് ചെയ്ത് എപ്പോഴും നോക്കുക, ഏറ്റവും കൂടുതൽ സ്റ്റാർ കൊടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ബ്രാക്കറ്റിൽ കാണാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ ക്ലിക്ക് ഹിയർ ടു ക്ലെയിം യുവർ പുഷ് ക്ലിക്ക് മണി എന്നുള്ളതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു പേജിലോട്ട് നമ്മൾ പോകും കേട്ടോ. വേറെ പേജിലോട്ട് നമ്മൾ പോയി വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ട് ഒരു 0.002 ഒക്കെ ആയിരിക്കും നമ്മളെ വളരെ ചെറിയ എമൗണ്ടാണ്. പക്ഷേ നമുക്ക് എന്നുവെച്ചാൽ ഇങ്ങനെയും കുഞ്ഞു മണികൾ നമുക്ക് ഏൺ ചെയ്യാനായിട്ട്. പിന്നെ റെഫർ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ടൈം ബക്സ് എന്നൊരു ഇത് വരും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇത് വരും. ഇത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മളിത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു കോപ്പി നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക. അയാൾ ടൈം ബക്സിൽ കയറി ടൈം ബക്സിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരു റെഫർ എമൗണ്ടായിട്ട് നമുക്ക് കുറച്ചൊരു എമൗണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. 0.43 അങ്ങനെ എങ്ങാണ്ടോ എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിലാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടിലും ചെയ്യും. ടൈം ബക്സ് എൻ്റെ മൊബൈലിൽ ഞാൻ ചെയ്യും, എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിലും ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മണി ഞാൻ ഏൺ ചെയ്യുന്നത്. കാരണം 2 അക്കൗണ്ടിലും ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ സർവേസ് ചെയ്തിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെ ആൾക്കാരുടേതാണ് ഇപ്പോൾ കണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കൂ, നമ്മളതെല്ലാം ബാക്ക് അടിച്ചു. ഇനി നമ്മളൊരു സർവേ, ഞാൻ കുറച്ച് ഇത് ഫുള്ളായിട്ട് സർവേ കാണിക്കാനുള്ള നമുക്ക് റൂൾസിന് എഗെയിൻസ്റ്റാണ്, അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സർവേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നല്ല പോലെ വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ സർവേസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം. ആ ക്വസ്റ്റ്യനിൽ ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് മാർക്കറ്റ് റിസർച്ചാണ്. സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ചതിന് ശേഷം ഞാനിവിടെ എഗ്രി ആണ് കൊടുക്കുന്നത്. ഞാൻ എഗ്രി ചെയ്യുന്നു. ഇങ്ങനെ ഒരു
സർവേ ചെയ്യാൻ എനിക്ക് എഗ്രി ആണ്. അപ്പോൾ ഇതിലോട്ട് എൻ്റെ നമ്പറും അഡ്രസ്സൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗ്രി കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് പോകാം. പക്ഷേ അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെ അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് അടിക്കുന്നുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു ഏൺ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഒരുപാട് സർവേസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ പ്രൊഫൈൽ സർവേ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സർവേസൊക്കെ നിങ്ങൾ ചെയ്യാവൂ. കാരണം അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള എമൗണ്ട് കിട്ടുകയുള്ളൂ. കാരണം ഇതിൽ ആ പ്രൊഫൈൽ സർവേയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിലോട്ട് വരും. ഞാനപ്പോൾ ഒരു കമ്പനിയുടെ ഒരു സർവേ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ആണ്. അത് ലോഡായി വരാൻ നമുക്ക് കുറച്ചധികം സമയം ചിലപ്പോൾ. അതാണ് പറയുന്നത്, എപ്പോഴും നമുക്ക് സർവേക്ക് അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഇതിപ്പോൾ ഒരു ഹിന്ദിയാണ് വന്നിരിക്കുന്നത്, കൃപയ ജാരി രംഗനെ. അത് പോയി കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇതാ നമ്മുടെ പിൻകോഡാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് പിൻകോഡ് അടിച്ചു കൊടുക്കാവേ. ഞാനൊരു റോങ് ആയിട്ടുള്ള പിൻകോഡൊക്കെയാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മഹിള, ഇപ്പോൾ നിങ്ങൾ ഹിന്ദി കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കാനൊന്നും വേണ്ട. നമ്മളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ സർവേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി വന്നത്. ഇനി നിങ്ങൾക്കൊരു വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ മോളിൽ നിങ്ങൾ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഡെസ്ക് ടോപ്പ് ഈ ഒരു സംഭവമില്ലേ, അതിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് നമുക്ക് ഏതിലോട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുക അതിലോട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇതാ കണ്ടോ, കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര തവണ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കണ്ടോ. അപ്പം നമുക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞുകൂടാ, ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ നമുക്ക് മോളിൽ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ലൊരു ഇതാണ്. ഞാനിപ്പോൾ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡിസ്ക്വാളിഫൈഡ്. അതായത് എൻ്റെ പ്രൊഫൈലിലുള്ള കാര്യങ്ങൾ ഞാൻ തെറ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്കിവിടെ ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള കാര്യമാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു സർവേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സർവീസ് വീണ്ടും അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് റേറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്, അത് നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ആ ഒരു സർവേ, നിങ്ങൾ ആദ്യം ഒരു പ്രൊഫൈൽ സർവേ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം കാര്യമാണ്, അതൊരിക്കലും മറന്നു പോകാതിരിക്കുക. അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വേറൊരു സർവേ ആണ്. അങ്ങനെ കുഞ്ഞു സർവേഴ്സാണ് ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതൊക്കെ ഞാൻ ബാക്ക് അടിക്കുകയാണ്. കാരണം ഇതിൽ റൂൾസ് എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു സർവേ ഞാൻ ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എഴുതി വച്ചേക്കാം. അതിന് ശേഷം നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.